ഇത് മിഞ്ഞാൻ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന പൂവാണ്. പിന്നെ നല്ല ചെടി ബട്ടാണി റോസ് എന്ന് പറയൂ. അണ്ണാങ്കി ഇത് ബട്ടാണി അല്ല, ഇത് ഒരു ലേസം ഒരേ കൊമ്പിൽ എത്ര പൂ നിറച്ചു പിടിക്കുകയില്ല. ഇനി നോക്ക് മൊട്ടുള്ളത് എത്ര മൊട്ടുണ്ടെന്ന്. അതിൻ്റെ കാട്ടി അതിശയോ ഇതാ ഇതൊന്ന് ഈ പൂ 3 തരത്തിൻ്റെ പൂവ് ഉണ്ടാവും ചെടിയിൽ. ഒന്ന് ഇതൊരു കളറ്, ഇതൊരു കളറ്, ഇതൊരു കളറ്. ഇതാ അത് കസി പിടിപ്പിക്കുന്നതാണ്. ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതൊരു പൂ മാത്രം ഭയങ്കര രസമല്ലേ? അതെ, ഇതൊരു വേനൽക്കാലത്തിൽ മാത്രമേ ആവുള്ളൂ. അതെ, കാണാൻ ഭയങ്കര പാങ്ങുണ്ട്. പാങ്ങ് ഇത് അതേ തരത്തിൻ്റെ പൂവാണ്. ഇത് ഇപ്പൊ വരുന്നുണ്ട്. അയാ ഇത് നമുക്ക് ചെത്തിപ്പൂവ് എന്ന് പറയാ. ഈ പൂവിനെ ചെത്തിപ്പൂ. നല്ല സൈസ് ആയിട്ടുണ്ട്. അതെ, ദിവസം വെള്ളം ഡെയിലി വെള്ളം കിട്ടുന്നുണ്ട് അതിനെ കൊണ്ട് നോക്ക് വെള്ളത്തിന്റെ പൗറ്. ഇത് പൂവായോണ്ടുണ്ടായി ഈ ചെടിയില്. ഇപ്പൊ ആവുന്നില്ല. എന്താ പറഞ്ഞാല് പൂവെല്ലാം പോയി അതിന്റെ. ഇനി അതില് പുതിയതായിട്ട് പൂവ് വരും. അന്നാ ഇത് ചെമ്പരത്തി, ഇതൊരു ജാതി ചെമ്പരത്തി. അതെ, വലുതായിട്ട് വിരിയൂ. നല്ല ഒരു ചെടി കൊണ്ടുപോയിട്ട് നാനും നട്ടതാണ്. അത് ഇതാ ഈ മാതിരി വരും. സ്റ്റെപ്പായിട്ട് താഴെ ഒരു സ്റ്റെപ്പ്, ഇതൊരു സ്റ്റെപ്പ് ആയിട്ട് നല്ല പാങ്ങ് വരും. ഈ ചെടിക്ക് പറയും കാച്ചി ചെടിന്ന്. അങ്ങനെ കാച്ചിപ്പൂണ്ട് ചെടി. ഇത് ഫുള്ള് ഇതായിട്ട് ഇതായി. ഇത് 2 തരം. കളർഫുള്ളായിട്ട് നല്ല പാങ്ങ് അല്ലേ കാണാൻ. ഇതാ ഇത് നോക്കി എന്താ പന്ത് മാതിരി പാങ്ങുണ്ട്. പിന്നെ ഇത് നോക്ക് കാക്കട പൂ. ഇതിന്റെ ഒരു കളർ കണ്ട, ഡബിൾ കളർ. റോസ്, മുല്ലപ്പൂ. ഇത് നമ്മുടെ തോട്ടത്തിൽ പണിയെടുക്കുന്ന അവിടെ ഇല്ല പൂക്കൾ. ഇത് ഈ പേരക്ക മരത്തിൽ വിട്ടിട്ടുള്ളത്. അപ്പോ അത് ഒന്നിൽ തന്നെ ഒരേ മാതിരി വള്ളിപ്പൂ. 2 ടൈപ്പത്തെ പൂവുണ്ട്. ഒന്ന് ഇങ്ങനത്തത് കാണാൻ നല്ല രസം. പിന്നെ ഇഞ്ഞൊന്ന് ഇത് ഇങ്ങനത്തെ വള്ളി പോലെ അടിയിൽ മണിയാ. കാണാൻ നല്ല പാങ്ങുണ്ട്. ഇങ്ങനെ സൗന്ത് മയിലും ഉണ്ടായിട്ട് വീഡിയോയിൽ അയച്ചു കൊടുത്തുന്നാണ്. നല്ല പാങ്ങുണ്ട്. ഇത് കണ്ട പണ്ടത്തെ ഇതിക്ക് എന്തോ പേര് പറയപ്പ. ഇതിനാ കണക്കാമ്പറ. കണക്കാമ്പറ കന്നഡത്തിൽ പറയുന്ന പേര് കണങ്കാമ്പറം. ഇത് അതന്നെ വള്ളിപ്പൂ. പിന്നെ ഇഞ്ഞൊന്ന് വെറൈറ്റി പൂ. ഇത് നല്ല ഒരു പൂവല്ലേ തോട്ടത്തിലുള്ളത്. അതെ, കാണാൻ എന്ത് ഭംഗിയുണ്ടെന്നൊക്കെ ലൈറ്റ് ഫിറ്റ് ആക്കി. അങ്ങനെ ഉണ്ട്. അല്ലേ, നല്ല പാങ്ങുണ്ട്. അതിന്റെ കളറും അത്രേ. ആ പൂക്ക് പേരുണ്ടാവല്ലമ്മ? പേരറിഞ്ഞൂടാ. നമ്മള് പണിയെടുത്തോണ്ടില്ല സ്ഥലമാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. അവിടെ കൂടി ഇതാ ഒരു പൂവുണ്ട് നോക്കി. ഇത് ആരും വീട്ടിൽ നടുവില്ല. കാട്ടുപൂ. ഇത് കാണാൻ എന്താ രസം. എങ്ങനെയുണ്ട് നോക്കാമോ കളറ്? അതെപ്പ നല്ല കളറ്. മൈക്ക് പൂണ്ട മാതിരി. ഞങ്ങൾ മൈക്ക് പൂവിനെ പറയുള്ളൂ. ഇത് സ്ട്രോബെറി ചെടി വെറുതെ ഒരു എക്സ്പെരിമെന്റ് ആക്കാൻ പോയത്. ഒരു പൈപ്പ് കട്ടാക്കിയിട്ട് അതിൽ പാതി മണ്ണ് നരച്ചിട്ട് വരുവാനില്ലത് ടെസ്റ്റ് ആക്കിയത്. നോക്കുമ്പോ നല്ല പാങ്ങൽ വന്നല്ലേ വന്നിട്ടുണ്ട്. പിന്നെ അതില് സ്ട്രോബെറി ആയിന്. നമ്മൾ കുറെ പറിച്ച് തിന്നും ചെയ്ത്. പിന്നെ ഇനി നെക്സ്റ്റ് പറിക്കാനില്ല അങ്ങനത്തതും ആയിന്. ഇതിവിടെ കണ്ട. അത് സ്ട്രോബെറി നല്ല വണ്ണുണ്ടല്ലേ. കളർ ആയിട്ടില്ല, ആയത് ഓരോന്നുണ്ട്. അതാ കളറ്. ഒന്ന് കളറ്
നല്ല പാങ്ങൽ വന്നിന്. ഇത് എവിടെ വേണമെങ്കിൽ ആക്കാം. ഇതിനെ ചുമറിലാക്കിയിട്ടുള്ളത് കാണാൻ നല്ല പാങ്ങില്ല. നല്ല പാങ്ങുണ്ട്. സ്ട്രോബെറി ചെടി ഇതിങ്ങനെ ആക്കുമ്പോ കൊറേ വരൂലെന്ന് പറഞ്ഞോണ്ടായി. നോക്കുമ്പോ ഇങ്ങനെ വന്നപ്പോ ആക്കിയ നമ്മൾക്ക് അതിനെ കാണാൻ ഭയങ്കര സന്തോഷം. വരും അങ്ങനെല്ല നട്ടത് ക്ലീൻ ആയിട്ട് വരും. കണ്ടോ എങ്ങനെ ഉണ്ട് പൂവും പിഞ്ചും അല്ലേ? നല്ല വരും. ഇതാ കാണില്ല കായല്ല. ആ കായ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നല്ല ടേസ്റ്റ്. നമ്മൾ പീടിയെന്ന് പൈസ കൊടുത്ത് എടുക്കുന്നതിന്റെ കൈ ടേസ്റ്റ് ഉണ്ടാവും. അടുത്തത് ഇതേപോലെ വീട്ടിലാക്കണമെന്നുണ്ട്. അതെ. ഇപ്പൊ തിരക്ക് സമയം അതെല്ലാം കഴിഞ്ഞ പിന്നെ ഇങ്ങനത്തെ പൈപ്പെല്ലാം കൊണ്ടുവന്നിട്ട് പാതി കട്ടാക്കിയിട്ട് വീട്ടിന്റെ മുമ്പിലാക്കണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത്. നമ്മളുടെ വീട്ടിലത്തെ മുമ്പിലുള്ള പൂക്കളും തോട്ടത്തിലുള്ള പൂവും ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബൈ.